രാവിലെ എണീറ്റ ആദ്യം ചെയ്യുന്ന പരിപാടി ഈ കലം അങ്ങോട്ട് അടുപ്പത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യാന്നുള്ളൊരു ധാരണയാട്ടോ. പിന്നെ നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എൻ്റെ പൊന്നേ ചടപടേച്ചിട്ട് എത്ര എടുത്താലും തീരാത്ത പോലെയാണ് അല്ലേ. പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങോട്ട് ഫ്രീ ആവൂലേ. അപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കലും കഴിഞ്ഞാൽ പിന്നെ ഒരു റിലാക്സേഷനാണ്. പിന്നെ ക്ലീനിങ്ങും വാഷിങ്ങും ഉച്ച വരെ പണി തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മളിതാ അരിയൊക്കെ കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കി. അതുപോലെ തന്നെ ചട്നിയും ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. സാമ്പാറും പിന്നെ അതിന് ശേഷം ഉണ്ടാക്കി. പക്ഷേ ഞങ്ങൾ ഇഡ്ഡലിയിലേക്ക് ചട്നി മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ ഒരടുപ്പത്ത് ചട്നി ഉണ്ടാക്കുന്നു, ഒരടുപ്പത്ത് ചായ ഉണ്ടാക്കുന്നു. അങ്ങനെ എന്താ രാവിലത്തെ ബഹളം അല്ലേ. അടുക്കളയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒച്ചപ്പാടും ബഹളമായിട്ട് നല്ല രസമല്ലേ. പക്ഷേ ഒരു സന്തോഷത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ സന്തോഷം കണ്ടെത്താൻ കഴിയുള്ളൂ കേട്ടോ. അല്ലാതെ ഭയങ്കര ഭ്രാന്തൊക്കെ പിടിച്ച് അടുക്കളയിൽ കയറിയ ഒരു രസം ഉണ്ടാവില്ല. നമ്മൾ നല്ല ഉന്മേഷത്തിൽ അടുക്കളയിലൊക്കെ കയറി മറ്റുള്ളവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സന്തോഷത്തോടെ തന്നെ ചെയ്യണം. അപ്പോഴാണ് അതിനൊരു ഞങ്ങൾ പറയുന്ന പോലെ ഒരു ബർക്കത്ത് ഉണ്ടാവുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എണീക്കുന്ന കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. മകനാണ് ഫസ്റ്റ് എണീക്കുക. മകന് ഫ്രഷായി വന്നാൽ അവനാണ് ആദ്യം ഫുഡ് കഴിക്കുക. പിന്നെ അത് സ്നാക്സ് ആയിട്ട് ഇന്ന് പഴമാണ് കൊടുത്തയച്ചിട്ടുള്ളത് കേട്ടോ മകൾക്ക്. അവൾക്ക് ഇത് അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണ്ടേന്ന് കരുതിയിട്ട് കൊടുത്തയക്കുന്നതാണ്. കഴിച്ചില്ലേന്ന് വന്നാലേ അറിയുള്ളൂ കേട്ടോ. അവരെ സ്കൂളിൽ വന്നാലാവും ചിലപ്പോൾ ഇതിൽ സ്നാക്സ് ഇതായിരുന്നെന്ന് തന്നെ തോന്നുന്നുണ്ടാവുക. പിന്നെ അതേപോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണിത്, ഈ ബീട്രൂട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മോരുമാണ് ഇന്ന് കൊടുത്തയച്ചിട്ടുള്ളത്. മകൻക്ക് പിന്നെ എന്നും ബ്രേക്ക്ഫാസ്റ്റിൽ എന്തോ ഉണ്ടാക്കുന്നത് അതാണ് ലഞ്ചായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ അവൻ ഇഡ്ഡലിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരങ്ങോട്ട് സെറ്റാക്കി അവരങ്ങോട്ട് കൊണ്ടുവിട്ടാൽ വലിയ പണി അങ്ങോട്ട് കഴിയും കേട്ടോ. പിന്നെ അവരുടെ സ്കൂൾ ബസ് വന്ന് അവരങ്ങോട്ട് കയറ്റി വിട്ടാൽ പിന്നെ ഒരു ആശ്വാസമാണ്. പിന്നെ തിരിച്ചു വന്നതാ നമുക്ക് ഇന്നും കൂടി പണിക്കാരുണ്ടാവും എന്ന് വിചാരിക്കണോ, അതോ ഇനി നാളെയും കൂടി ഉണ്ടോ എന്ന് പടച്ചോനറിയാം. അപ്പോൾ അവർക്കുള്ള ഫുഡ് കൂടി ഉണ്ടാക്കി. നമ്മൾ ഉണ്ടാക്കി വെച്ച ചട്നിയിലേക്ക് കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കി. പിന്നെ പയറുപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ പയർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഉള്ളിയും കൂടി ഇട്ടാൽ കുറച്ചും കൂടി ഒരു ഇത് കിട്ടില്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഉള്ളി ഇട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിലരൊക്കെ എന്തായാലും ഉള്ളിയൊക്കെ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഉള്ളിയും പയറും പിന്നെ അതുപോലെ തന്നെ മീനൊക്കെ പൊരിച്ചു. പിന്നെ ഉമ്മ സാമ്പാറും ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ പരിപാടി ലഞ്ച് കഴിഞ്ഞു.